കേരള ഹിന്ദി അക്കാദമി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബീർ ബഹൂട്ടി എന്ന കഥയുടെ മൂന്നാമത്തെ ആക്ടിവിറ്റിയായ ഡയറിയാണ്. ഡയറി പഴയകാലത്ത് സ്ഥിരമായിട്ട് എല്ലാവരും എഴുതിക്കൊണ്ടിരുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എഴുത്ത് തന്നെ കുറഞ്ഞു. എല്ലാവരും മൊബൈലിലും ലാപ്പ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്സാപ്പൊക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം ഇങ്ങനെ ആപ്പുകളിലൂടെയൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ ആർക്കും എഴുതാൻ നേരമില്ല. എങ്കിൽ പോലും കുട്ടികളെ ഒരു ആക്ടിവിറ്റി എന്ന നിലയിലും എങ്ങനെ ഒരു ഡയറി എഴുത്ത് എന്ന വിദ്യ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡയറി എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയിലെ ഡയറി എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും അത് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നേരത്തെ മുതൽ കൊച്ചു ക്ലാസ് മുതൽ ഡയറി എഴുതി വന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ അത് ആ ദിവസത്തെ പ്രത്യേകതയായിട്ട് കണ്ട് അതിനെക്കുറിച്ച് എഴുതുന്നതാണ് ഡയറി. ഡയറി ഇന്നോ നാളെയോ വായിക്കുന്നതിന് വേണ്ടിയല്ല. ഒരു ഡയറി എഴുതി വെച്ച് നമ്മളത് കുറേ വർഷങ്ങളിലേക്ക് അത് സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം നമ്മളത് എടുത്ത് നോക്കുന്നു. കുറേ കാലം കഴിയുമ്പോൾ 10, 20, 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഡയറി എടുത്ത് നോക്കുമ്പോൾ ഇന്ന ദിവസം ഇന്ന കാര്യമായിരുന്നല്ലോ സംഭവിച്ചത് എന്ന് നമ്മളല്ലേ ഓർത്തിരിക്കില്ല. ഡയറി എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇന്ന സംഭവം നടന്നുവല്ലോ എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ നല്ല ഓർമ്മകളും ചിലപ്പോൾ മോശം ഓർമ്മകളുമാകാം. രണ്ട് രീതിയിലും ഡയറി എഴുതാറുണ്ട്. നല്ല കാര്യങ്ങളെക്കുറിച്ചും എഴുതും, മോശം കാര്യങ്ങളെക്കുറിച്ചും എഴുതും. അതിൽ ഏതാണോ എന്ന് നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് മാത്രം നോക്കുക. ഡയറി നല്ല ദിവസത്തിൻ്റെ ഡയറിയാണെങ്കിൽ നല്ല സുഖകരമായ ഓർമ്മകളും, മോശം ദിവസത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ദുഃഖകരമായിട്ട് തോന്നിയാൽ പോലും കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും, അത് വളരെ നല്ല ഒരു ഡയറി ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അന്നത്തെ ആ സംഭവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതാവാം. അപ്പോൾ ഇവിടെ ബീർ ബഹൂട്ടി എന്ന അധ്യായത്തിൽ പല ഡയറികളുണ്ട്. സാഹിൽ, ബേല ഇവരൊക്കെ എഴുതുന്ന ഡയറികളാണ് കൂടുതലായിട്ടുള്ളത്. ദുക്കാൻദാർ മാച്ചാബും ഒന്നും ഡയറി എഴുതുന്നതായിട്ട് ഇതിനകത്ത് നമ്മൾ കാണിക്കേണ്ടതില്ല. സാഹിലും ബേലയും എഴുതുന്ന ഡയറികൾ പല സന്ദർഭങ്ങളിലുണ്ട്. ഈ ഡയറിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം? ഡയറിയിൽ വേണ്ടത് സ്ഥലം ആവശ്യമില്ല. കാരണം എന്താ, നമ്മളാണ് എഴുതുന്നത്. നമുക്കറിയാം എവിടെ ഇരുന്നാണ് എഴുതിയത്, നമ്മൾ എഴുതുന്നുണ്ട്. പക്ഷെ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് മാസം, ദിവസം, വർഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഡയറിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതുക. അത് രണ്ട് രീതിയിലും എഴുതാം. വലതുവശത്ത് മുകളിലായിട്ട് എഴുതാം, ഒരു കുഴപ്പവുമില്ല. ഇടതുവശത്ത് മുകളിൽ എഴുതിയാലും കുഴപ്പമില്ല. രണ്ട് രീതിയിലും എഴുതാം. പിന്നെ വലതുവശത്ത് മുകളിൽ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കത്തിൻ്റെ രൂപത്തിലായേക്കരുത്. വലതുവശത്ത് മുകളിലാണ് നമ്മൾ കത്തിൻ്റെ ഡേറ്റ്, സ്ഥലം എന്നിവ ഇടുന്നത്. ഇവിടെ അത് ആവശ്യമില്ല. ഇവിടെ സ്ഥലം ആവശ്യമില്ല, ഡേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. ബീർ ബഹൂട്ടിയിലെ പ്രധാനപ്പെട്ട ഡയറികളിലേക്ക് നമുക്ക് നിങ്ങൾ അത് ശ്രദ്ധയോടെ കേൾക്കുകയും എഴുതുകയും പഠിക്കുകയും ചെയ്യുക. ഡയറിയുടെ ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ബേല സെ ബിജുടനെ കെ കാരൻ സാഹിൽ ബഹുത് ദുഃഖി ഹെ, സാഹിൽ की ഡയറി കൽപ്പന करके लिखे. ബേലയെ വേർപിരിഞ്ഞതുകൊണ്ട് സാഹിലിന് വലിയ ദുഃഖമാണ്. സാഹിലിൻ്റെ ഡയറി സങ്കല്പിച്ച് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, സാഹിൽ സെ ബിജുടനെ കെ കാരൻ ബേല ബഹുത് ദുഃഖി ഹെ, സാഹിലിനെ വേർപിരിഞ്ഞതുകൊണ്ട് ബേലയ്ക്ക് വലിയ ദുഃഖമാണ്. ബേല की ഡയറി കൽപ്പന करके लिखे. ബേലയുടെ ഡയറി സങ്കല്പിച്ച് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, മാറ്റ് സാബ് സുരേന്ദർ ജി കെ വ്യവഹാർ സെ ബേല ബഹുത് ദുഃഖി ഹെ. സുരേന്ദ്രൻ മാസ്റ്ററുടെ പ്രവൃത്തി മൂലം ബേലയ്ക്ക് വലിയ ദുഃഖമായി. ഈ സന്ദർഭത്തെ ആധാർ പർ ബേല की ഡയറി തയ്യാർ കരെ. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ബേലയുടെ ഡയറി തയ്യാറാക്കാം. നാലാമത്തെ ചോദ്യം, സാഹിൽ അബ് അജ്മീർ മേ നയേ സ്കൂൾ കെ ഹോസ്റ്റൽ മേ ഹെ. സാഹിൽ ഇപ്പോൾ അജ്മീറിൽ പുതിയ സ്കൂളിലെ ഹോസ്റ്റലിലാണ്. നയേ സ്കൂൾ കെ പ്രഥമ ദിൻ സാഹിൽ ഡയറി ലിഖ്താ ഹെ. പുതിയ സ്കൂളിലെ ആദ്യത്തെ ദിവസം സാഹിൽ ഡയറി എഴുതുകയാണ്. സാഹിൽ की ഡയറി കൽപ്പന करके लिखे. സാഹിലിൻ്റെ ഡയറി നമുക്ക് സങ്കല്പിച്ചെഴുതാം. അഞ്ചാമത്തെ ചോദ്യം, ബേല അബ് രാജകീയ കന്യാ പാഠശാല മേ പഠത്തി ഹെ. ബേല ഇപ്പോൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. നയേ സ്കൂൾ കെ പ്രഥമ ദിൻ ബേല ഡയറി ലിഖ്തി ഹെ. പുതിയ സ്കൂളിലെ ആദ്യ ദിവസം ബേല ഡയറി എഴുതി.
ബേല കി ഡയറി കൽപ്പന കർക്കെ ലിഖെ. ബേലയുടെ ഡയറി നമുക്ക് സങ്കല്പിച്ച് എഴുതാം. ആറാമത്തെ ചോദ്യം, ഛത് സെ ഗിർകർ ബേല ഘായൽ ഹുയി. യഹ് ദേഖ്കർ സാഹിൽ को बड़े दुख हुआ. उस दिन साहिल ने डायरी लिखी. സാഹിൽ की ഡയറി തയ്യാർ കരെ. മേൽക്കൂരയിൽ നിന്ന് വീണ് ബേലയ്ക്ക് പരിക്കുപറ്റി. ഇത് കണ്ട് സാഹിലിന് വലിയ ദുഃഖമുണ്ടായി. ഉസ് ദിൻ, ആ ദിവസം സാഹിൽ ഡയറി എഴുതി. സാഹിലിൻ്റെ ആ ഡയറി തയ്യാറാക്കാം. ഏഴാമത്തെ ചോദ്യം, സാഹിൽ की पिंडली की चोट देखकर बेला को बड़े दुख हुआ. സാഹിലിൻ്റെ കാൽമുട്ടിന് പിറകിലായി കാൽവണ്ണയിൽ ഉണ്ടായ ആ മുറിവ് കണ്ട് ബേലയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ഉസ് ദിൻ ബേലാനെ ഡയറി ലിഖി. ആ ദിവസം ബേല ഡയറി എഴുതി. ബേലാക്കി ഡയറി തയ്യാർ കരെ. ബേലയുടെ ഡയറി തയ്യാറാക്കാം. അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്, ബീർബഹൂട്ടി കഹാനി പഠ്നെ കെ ബാദ് തും ഡയറി ലിഖ്നെ കെ ലിയെ ബൈഠേ. ഡയറി തയ്യാർ കരെ. ബീർബഹൂട്ടി കഥ കേട്ടതിന് ശേഷം നിങ്ങൾ ഒരു ഡയറി എഴുതാനായിട്ട് ഇരുന്നു. ആ ഡയറി തയ്യാറാക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് ഇനി ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, बेला से बिछुड़ने के कारण साहिल बहुत दुखी है. സാഹിൽ की ഡയറി കൽപ്പന करके लिखे. ബേലയെ വേർപിരിഞ്ഞത് മൂലം സാഹിലിന് വലിയ ദുഃഖമുണ്ടായി. സാഹിലിൻ്റെ ഡയറി സങ്കല്പിച്ച് എഴുതാം. തീയതി എഴുതുക. മാസം, ദിവസം, വർഷം എന്ന ക്രമത്തിൽ എഴുതുക. ആജ് മേരെ ലിയെ ഖുഷി ഓർ ഗം കാ ദിൻ ഥാ. ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിവസമായിരുന്നു. ഖുഷി സന്തോഷം, ഗം ദുഃഖം. പാഞ്ചവീം കക്ഷാക്ക റിസൾട്ടായ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ബേല ഓർ മേം ഛഠി കക്ഷാമേ ആയ. ബേലയും ഞാനും 6ാം ക്ലാസ്സിൽ എത്തി. ലേക്കിൻ ഹമാരെ സ്കൂൾ 5വീं തക് ഹെ. പക്ഷേ ഞങ്ങളുടെ സ്കൂൾ 5ാം ക്ലാസ് വരെയും. ഇസ്ലിയെ ആകെ പഠ്നെ കെ ലിയെ ദൂസരെ സ്കൂൾ ജാനാ ഹെ. അതുകൊണ്ട് തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടി അടുത്ത സ്കൂളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ബേല कहती है उसको രാജകീയ കന്യാ പാഠശാല में പഠने का निश्चय किया है. ബേല പറഞ്ഞു അവളെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. मुझे पिताजी ने अजमेर भेजकर वहां के हॉस्टल में खड़ाकर पढ़ाने का निर्णय किया है. എന്നെ അച്ഛൻ അജ്മീറിലേക്ക് അയച്ചിട്ട് വഹാങ്കെ ഹോസ്റ്റൽ മേം, അവിടുത്തെ ഹോസ്റ്റലിൽ ഖടാക്കർ താമസിപ്പിച്ച് പഠാനേക്കാൾ നിർണയിക്കാഹെ, പഠിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മേ ക്യാ കരും, ഞാൻ എന്ത് ചെയ്യാനാ. ഹം ദോനോങ്കെ ബീച്ച് ഗഹരി ദോസ്തി ഹെ. ഞങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ വലിയ കൂട്ടുകെട്ടാണ് ഉള്ളത്. ഖുഷി കെ ഉൻ ദിനോ നസർ കെ സാമനെ ആ രഹേ ഹെ. സന്തോഷത്തിന്റെ ആ ദിവസങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏക് സാത്ത് ബീർ ബഹൂട്ടിയാങ് ഖോജന. ഒരുമിച്ച് ബീർ ബഹൂട്ടികളെ തെരഞ്ഞത്. ലങ്കടി ടാങ്ക് ഖേൽന. ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചത്. സഭീ നഷ്ട ഹോ ജാത്തെ ഹെ. എല്ലാം നഷ്ടമായിരിക്കുന്നു. മുझे बहुत दुख आते हैं. എനിക്ക് വലിയ ദുഃഖമുണ്ടാകുന്നു. അബ് ഹം ദോനോ അലഗ് അലഗ് സ്കൂൾ ജായേങ്കെ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിലേക്ക് പോവേണ്ടതായി വരുന്നു. ബിഛുടൻ കി ദർദ്. വേർപിരിയലിൻ്റെ വേദന. ആജ് കാ ദിൻ കൈസെ ഭൂലും. ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും. ഒന്നാമത്തെ ഡയറി ഇവിടെ സമാപിക്കുന്നു. രണ്ടാമത്തെ ഡയറിയിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യം ശ്രദ്ധിച്ചോളൂ. സാഹിൽ സെ ബിഛടനെ കെ കാരൻ ബേല ബഹുത്ത് ദുഃഖി ഹെ. സാഹിലിനെ വേർപിരിഞ്ഞതുകൊണ്ട് ബേലയ്ക്ക് വലിയ ദുഃഖമാണ്. ബേല കി ഡയറി കൽപ്പന കർക്കെ ലിഖെ. ബേലയുടെ ഡയറി സങ്കല്പിച്ച് എഴുതാം. തീയതി നേരത്തെ കഴിഞ്ഞ ഡയറിയിൽ പറഞ്ഞത് തന്നെ, അത് ഇനി ഞാൻ ആവർത്തിക്കില്ല. താരീഖ് എന്ന് മാത്രമേ ഞാൻ പറയൂ. ആജ് മേരെ ലിയെ ഖുഷി ഓർ ഗം കാ ദിൻ ഥി. ഇന്ന് എന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിവസമായിരുന്നു. 5വീം കക്ഷാക്ക റിസൾട്ടായ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. സാഹിൽ ഓർ മേ ഛഠി കക്ഷാമേ ആയെ. സാഹിലും ഞാനും 6ാം ക്ലാസ്സിൽ എത്തി. ലേക്കിൻ ഹമാരെ സ്കൂൾ 5വീം തക് ഹെ. പക്ഷേ ഞങ്ങളുടെ സ്കൂള് 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. ഇസ്ലിയെ ആകെ പഠ്നെ കെ ലിയെ ദൂസരെ സ്കൂൾ ജാനാ ഹെ. അതുകൊണ്ട് തുടർന്ന് പഠിക്കുന്നതിന് മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു.
സാഹിൽ कहता है उसको अजमेर में पढ़ाने का निश्चय किया. സാഹിൽ പറഞ്ഞു അവനെ അജ്മീറിൽ പഠിപ്പിക്കുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. मुझे पिताजी ने राजकीय कन्या पाठशाला भेजकर पढ़ाने का निर्णय किया है. എന്നെ അച്ഛൻ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. मैं क्या करूं, ഞാൻ എന്ത് ചെയ്യും? हम दोनों के बीच गहरी दोस्ती है. ഞങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ആഴമുള്ള സുഹൃത്ത് ബന്ധമാണ് ഉള്ളത്. ഖുഷി കെ ഉൻ ദിനോം നസർ കെ സാമനെ ആ രഹേ ഹെ. സന്തോഷത്തിൻ്റെ ആ ദിവസങ്ങൾ കൺമുൻപിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏക് സാത്ത് ബീർ ബഹൂട്ടിയാം ഘോജന, ഒരുമിച്ച് ബീർ ബഹൂട്ടികളെ തെരഞ്ഞത്, ലങ്കടി ടാങ്ക് ഖേൽന, ലങ്കടി ടാങ്ക് കളിച്ചത്, സഭീ നഷ്ട ഹോ ജാത്തേ ഹെ, എല്ലാം നഷ്ടമായിരിക്കുന്നു. മുझे बहुत दुख आते हैं, എനിക്ക് വലിയ ദുഃഖമാണ് വരുന്നത്. അബ് ഹം ദോനോ അലഗ് അലഗ് സ്കൂൾ ജായേങ്കെ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിലേക്ക് പോകണം. ബിച്ചുടൻ കി ദർദ്, വേർപാടിൻ്റെ വേദന. ആജ് കാ ദിൻ കൈസെ ഭൂലും, ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും. ബേല തൻ്റെ ഡയറി എഴുതി അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ ഡയറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. മാറ്റ് സാബ് സുരേന്ദ്ര ജി കെ വ്യവഹാർ സെ ബേല ബഹുത് ദുഃഖി ഹെ. സുരേന്ദ്രൻ സാറിൻ്റെ പ്രവൃത്തിയിൽ ബേലയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ഇസ് സന്ദർഭത്തെ ആധാർ പർ ബേല കി ഡയറി തയ്യാർ കരെ. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ബേലയുടെ ഡയറി തയ്യാറാക്കാം. താരിഖ്. ആജ് മേരെ ലിയേ ദുഃഖ കാ ദിൻ ഥി. ഇന്ന് എനിക്ക് ദുഃഖം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ആജ് ഖേൽ കണ്ടി കെ ബാദ് ഗണിത കാ പീരിയഡ് ഥ. ഇന്ന് പി ടി പീരീഡിന് ശേഷം, ഡ്രിൽ പീരീഡിന് ശേഷം മാത്സിൻ്റെ പീരീഡ് ആയിരുന്നു. ഗണിത കെ മാറ്റ് സാബ് സുരേന്ദ്ര ജി കോ മുझे ബഹുത് ഡർ ഥി. കണക്ക് സാർ സുരേന്ദ്രൻ സാറിനെ എനിക്ക് വലിയ ഭയമായിരുന്നു. ആജ് വേ കോപ്പി ജാഞ്ചനെ ലഗെ. ഇന്ന് അദ്ദേഹം ബുക്ക് നോക്കുവാൻ തുടങ്ങി. ഉനോനെ മേരി കോപ്പി ലേലി. അദ്ദേഹം എൻ്റെ ബുക്കാണ് എടുത്തത്. മേരി ഗൃഹകാര്യ കോ ഗളത്ത് സമജ്കർ ഉനോനെ മുझे ബുലായ. എൻ്റെ ഹോംവർക്ക് തെറ്റാണ് എന്ന് കരുതി അദ്ദേഹം എന്നെ വിളിച്ചു. ഓർ മേരെ ബാൽ പർ പകട. എൻ്റെ മുടിയിൽ പിടിച്ചു. ലേക്കിൻ മുझे മാലൂം ഥി കി മേരി കോപ്പി സഹി ഹെ. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു എൻ്റെ നോട്ട് ശരിയായിരുന്നു എന്ന്. കുछ समय के बाद यह समझकर उन्होंने मुझे छोड़ दिया. കുറച്ച് സമയത്തിന് ശേഷം ഇത് മനസ്സിലാക്കി അദ്ദേഹം എന്നെ വിട്ടു. लेकिन उन्होंने मेरी कॉपी को बैठने की जगह की और भयंकर अपनी जगह पर जाकर बैठने कहा. പക്ഷേ അദ്ദേഹം എൻ്റെ ബുക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ട്, ഫേങ്കർ എറിഞ്ഞിട്ട്, അപ്നി ജഗഹ് പർ ജാക്കർ ബൈഠനെ കഹ, തൻ്റെ സ്ഥലത്തേക്ക് പോയി ഇരിക്കുവാൻ പറഞ്ഞു. മേ ബഹുത്ത് ഭയഭീത് ഹുയി. ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. മേരെ പയർ കാമ്പ് രഹേ ഥെ. എൻ്റെ കാല് വിറയ്ക്കുവാൻ തുടങ്ങി, വിറച്ചുകൊണ്ടേയിരുന്നു. മുझे बहुत शर्म हुआ कि उन्होंने साहिल के पास ऐसे किया. എനിക്ക് വലിയ ലജ്ജയുണ്ടായി, കാരണം സാഹിലിൻ്റെ മുൻപിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. മേ ക്യാ കരും, ഞാൻ എന്ത് ചെയ്യും. അപ്നി ഗലത്തി നഹി ഹേ, എൻ്റെ തെറ്റ് അല്ല. तो भी मुझे सुरेंद्र जी के क्रोध का पात्र बनना पड़ा. എങ്കിലും എനിക്ക് സുരേന്ദ്രൻ സാറിൻ്റെ അരിശത്തിന് വിധേയാകേണ്ടതായി വന്നു. സാഹിൽ കോ ദേഖ് നഹി പായ. സാഹിലിനെ നോക്കാൻ സാധിച്ചില്ല. ഷർമിത, നാണം. മൻ കി ദർദ്, മനോവേദന. മേ യഹ് ദിൻ കഭി നഹി ഭൂലൂങ്കി. ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. ബേലയുടെ ദുഃഖം നിറഞ്ഞ ഒരു ഡയറി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോട്ട്ബുക്കിലേക്ക് ഇവയൊക്കെ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ടേയിരിക്കുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. സാഹിൽ അബ് അജ്മേർ മേ നയേ സ്കൂൾ കെ ഹോസ്റ്റൽ മേ ഹെ. സാഹിൽ ഇപ്പോൾ അജ്മീറിലെ പുതിയ സ്കൂളിലെ ഹോസ്റ്റലിലാണ്. നയേ സ്കൂൾ കെ പ്രഥമ ദിൻ സാഹിൽ ഡയറി ലിഖ്താ ഹെ. സ്കൂളിലെ ആദ്യ ദിവസം സാഹിൽ ഡയറി എഴുതുന്നു. സാഹിൽ കി ഡയറി കൽപ്പന കർക്കെ ലിഖെ. സാഹിലിൻ്റെ ഡയറി സങ്കല്പിച്ച് എഴുതാം. താരിഖ്. मैं बहुत उदास हूँ.
ഞാൻ വളരെ നിരാശനാണ്. ആജ് ബേല കെ ബിന സ്കൂൾ കാ പെഹല ദിൻ ഥ. ഇന്ന് ബേലയില്ലാത്ത സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു. ആജ് സെ ഹം അലഗ് അലഗ് സ്കൂൾ മേ ഥെ. ഇന്ന് മുതൽ ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിലാണ്. കൽ മേം അജ്മീർ കെ ഇസ് ഹോസ്റ്റലായ. ഇന്നലെയാണ് ഞാൻ അജ്മീറിലെ ഈ ഹോസ്റ്റലിൽ വന്നത്. ഹോസ്റ്റൽ ഓർ സ്കൂൾ മേം നയേ ദോസ്തോങ്കോ മില. ഹോസ്റ്റലിലും സ്കൂളിലുമൊക്കെ പുതിയ കൂട്ടുകാരെ കിട്ടി. ലേക്കിൻ ബേല കെ സാമനെ ഏ കഹാം. പക്ഷെ ബേലയുടെ മുൻപിൽ ഇവയൊക്കെ എന്താണ്? ബേല ഹി മേരി സച്ചി സഹേലി ഹെ. ബേല തന്നെയാണ് എൻ്റെ ഏറ്റവും ഉത്തമയായ സുഹൃത്ത്. മേ സദാ ഹമാരി ദോസ്തി കെ ബാരെ മേ സോച്താ ഹും. ഞാൻ എല്ലായ്പ്പോഴും ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മേ ഫിർ കബ് ബേല സെ മിലൂങ്ക. ഞാൻ ഇനി എന്നാണ് ബേലയെ കാണുക? കബ് ബീർ ബഹൂട്ടിയോങ്കോ ഢൂണ്ടേ ഗേ. ഇനി എന്നാണ് ബീർ ബഹൂട്ടികളെ തിരയുന്നത്? കബ് ഏക് സാത്ത് ഖേലേങ്കെ. എന്നാണ് ഒരുമിച്ച് കളിക്കുന്നത്? ഇൻ വിചാരോം സെ പട്നെ കോ ഭി മൻ നഹി ലഗ്താ ഹെ. ഈ ചിന്തകൾ നിറഞ്ഞ് പഠിക്കുവാനും പോലും എനിക്ക് സാധിക്കുന്നില്ല. സുരേന്ദ്രജി ഹമേ പീട്ട് ലേങ്കെ. സുരേന്ദ്രൻ മാറ്റ് സാബ്, സുരേന്ദ്രൻ സാറ് ഞങ്ങളെ ശിക്ഷിക്കുന്നുണ്ട്. തോഭി കോയി പർവാഹ് നഹി ഥ. എങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നില്ല. ആജ് ഹി ബേല കോ ഏക് പത്ര ലിഖ്നാ ഹെ. ഇന്ന് തന്നെ ബേലയ്ക്ക് ഒരു കത്ത് എഴുതണം. ബേല ഭി വഹാം ദുഃഖി ഹോഗി. ബേലയും അവിടെ ദുഃഖിതയായിരിക്കും. മേരാ പത്ര ഉസ്കോ ആശ്വാസ് ദേഗി. എൻ്റെ കത്ത് അവൾക്ക് ആശ്വാസം നൽകിയേക്കാം. മേം അഗലി ചുട്ടിയോങ്കി പ്രതീക്ഷാമേഹു. ഞാൻ അടുത്ത അവധി പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. 5ാമത്തെ ഡയറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം എങ്ങനെയാണ്? ബേല അബ് രാജകീയ കന്യാ പാഠശാലാമേ പഠിത്തി ഹെ. ബേല ഇപ്പോൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. നയ സ്കൂൾ കെ പ്രഥമ ദിൻ ബേല ഡയറി ലിഖത്തി ഹെ. ആദ്യ ദിവസം ബേല ഡയറി എഴുതുന്നു. ബേല കി ഡയറി കൽപ്പന കർക്കെ ലിഖേ. ബേലയുടെ ഡയറി നമുക്ക് സങ്കല്പിച്ചൊന്ന് എഴുതാം. താരീഖ്, തീയതികൾ ഒക്കെ എഴുതി ചേർക്കുക. മേ ബഹുത്ത് ഉദാസ് ഹും. ഞാൻ വളരെ നിരാശയാണ്. ആജ് സാഹിൽ കെ ബിന സ്കൂൾ കാ പെഹലി ദിൻ ഥ. ഇന്ന് സാഹിൽ ഇല്ലാത്ത സ്കൂളിലെ ആദ്യ ദിനമായിരുന്നു. ആജ് സെ ഹം അലഗ് അലഗ് സ്കൂൾ മേ ഥ. ഇന്ന് മുതൽ ഞങ്ങൾ വെവ്വേറെ സ്കൂളുകളിലാണ്. കൽ മേം രാജകീയ കന്യാ പാഠശാല മേം നയേ ദോസ്തോങ്കോ മിലി. ഇന്നലെ ഞാൻ ഹൈസ്കൂളിൽ, ഗേൾസ് ഹൈസ്കൂളിൽ പുതിയ കൂട്ടുകാരികളുമായി സന്ധിച്ചു. ലേക്കിൻ സാഹിൽ കെ സാമനെ ഏ കഹാം. എന്നാൽ സാഹിലിൻ്റെ മുൻപിൽ ഇവരൊക്കെ എന്താണ്? മേരി സച്ച ദോസ്ത് സാഹിൽ ഹെ. എൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ സാഹിലാണ്. മേ സദാ ഹമാരി ദോസ്തി കെ ബാരെ മേ സോച്തി ഹും. ഞാൻ എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂട്ടിനെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മേ ഫിർ കബ് സാഹിൽ സെ മിലൂങ്ക. ഞാനിനി എന്നാണ് സാഹിലുമായി കൂടിക്കാണുക? ഹം കബ് ബീർ ബഹൂട്ടിയോങ്കോ ഢൂണ്ടേഗെ. ഞങ്ങളിനി എന്നാണ് ബീർ ബഹൂട്ടികളെ തിരയുക? ഹം കബ് ഏക് സാത്ത് കേലേങ്കെ. ഞങ്ങളിനി എന്നാണ് ഒരുമിച്ച് കളിക്കുക? ഇൻ വിചാരോം സെ പട്നെ കോ ഭി മൻ നഹി ലഗ്തി ഹെ. ഈ ചിന്തകൾ ഉള്ളതുകൊണ്ട് പഠിക്കുവാൻ പോലും തോന്നുന്നില്ല. സുരേന്ദ്രജി ഹമേ പീട്ടിലെത്തി. സുരേന്ദ്രൻ സാറ് ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. തോഭി എങ്കിലും കോയി പർവാഹ് നഹി ഥ. യാതൊരു വിഷമവും ഇല്ലായിരുന്നു. ആജ് ഹി സാഹിൽ കോ ഏക് പത്ര ലിഖ്നാ ഹെ. ഇന്ന് തന്നെ സാഹിലിന് ഒരു കത്തെഴുതണം. സാഹിൽ ഭി വഹാം ദുഃഖി ഹോഗ. സാഹിലും അവിടെ ദുഃഖിതനായിരിക്കും. മേരെ പത്ര ഉസ്കോ ആശ്വാസൻ ദേഗ. എൻ്റെ കത്ത് അവന് ഒരു ആശ്വാസം നൽകിയേക്കാം. മേ അഗലി ഛുട്ടിയോങ്കി പ്രതീക്ഷാമേഹും. ഞാൻ അടുത്ത അവധിക്കാലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
സാഹിലിൻ്റെയും ബേലയുടെയും കത്തുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഇവിടെ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. 6ാമത്തെ ഡയറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചോദ്യം ശ്രദ്ധിച്ചോളൂ. छत से गिरकर बेला घायल हुई, यह देखकर साहिल को बड़े दुख हुआ. മേൽക്കൂരയിൽ നിന്ന് വീണ് ബേലയ്ക്ക് പരിക്ക് പറ്റി. ഇത് കണ്ട് സാഹിലിന് വലിയ ദുഃഖമുണ്ടായി. ഉസ് ദിൻ സാഹിലിനെ ഡയറി ലിഖ. ആ ദിവസം സാഹില് ഡയറി എഴുതി. സാഹിൽ की ഡയറി തയ്യാർ करे. സാഹിലിൻ്റെ ഡയറി തയ്യാറാക്കാം. താരിഖ് അത് കഴിഞ്ഞ് ആജ് ദീപാവലിക്ക് छुट्टियों के बाद स्कूल खुल गया. ഇന്ന് ദീപാവലിക്ക് ശേഷം, ദീപാവലി അവധിക്ക് ശേഷം, छुट्टी അവധിക്ക് ശേഷം സ്കൂൾ ഖുൽ ഗയ, സ്കൂള് തുറന്നു. मैं बहुत खुश था. ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. പെഹലെ കെ ജൈസെ ബേല കെ സാത്ത് സ്കൂൾ ജാ സക്താ ഹും. പഴയതുപോലെ, മുൻപത്തേതുപോലെ ബേലയോടൊപ്പം സ്കൂളിലേക്ക് പോകാൻ കഴിയും. സ്കൂൾ ജാനെ കെ രാസ്തേ പർ ബേല സെ മില. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ബേലയെ കണ്ടു. യഹ് ക്യാ ഹുവാ, ഇതെന്താ സംഭവിച്ചിരിക്കുന്നേ? ഉസെ ദേഖ്തേ മേം പരേഷാൻ ഹുവ. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ വിഷമമായി. ബേലയ്ക്ക് സിർ പർ സഫേദ് പട്ടി ബാന്തി ഹേ. ബേലയുടെ തലയിൽ വെളുത്ത തുണി അല്ലെങ്കിൽ ബാൻഡേജ് കെട്ടിയിരിക്കുന്നു. പൂച്ചനെ പർ മാലൂ ഹുവാ കി വഹ് ഛത് സെ ഗിർ ഗയി. ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അവൾ മേൽക്കൂരയിൽ നിന്ന് വീണതാണ് എന്ന്. ലേക്കിൻ ബേലാക്കോ കോയി പർവാഹ് നഹി ഥ. എങ്കിലും ബേലയ്ക്ക് യാതൊരു വിഷമവും കണ്ടില്ല. പെഹലേക്ക് ജൈസെ ഗാന്ധി ചൗക്ക് മേം ലങ്കടി ടാങ്ക് ഖേൽനെ കേലിയെ വഹ് തയ്യാർ ഥി. പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ മുമ്പത്തേതുപോലെ തന്നെ ഗാന്ധി സ്ക്വയറിൽ ലങ്കടി ടാങ്ക് കളിക്കാൻ അവൾ തയ്യാറായി നിൽക്കുകയാണ്. ലേക്കിൻ മേ മനാ കർദിയ. പക്ഷേ ഞാൻ മനാ കർദിയ, ഞാൻ വിലക്കി. ബേലാനെ സിദ്ക്കി. ബേല ശാഠ്യം പിടിച്ചു. ഹംനെ ഹമേശാ കി തരഹ് സാരേ ബച്ചോങ്കെ സാത്ത് പൂരി ഖേൽ ഖണ്ഡി ലങ്കടി ടാങ്ക് ഖേല. ഞങ്ങൾ എല്ലായ്പ്പോഴും എന്നതുപോലെ തന്നെ ഗാന്ധി ചൗക്കിൽ എല്ലാ കുട്ടികളോടുമൊപ്പം PT പീരീഡും ലങ്കടി ടാങ്ക് കളിച്ചു. ഹമേ ഐസാ ലഗാ കി ഹമേം देखकर ഗാന്ധിജി की മൂർത്തി പഹലെ സെ കുച്ച് അധികം മുസ്കുരാ രഹേ ഹേ. ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഈ കളികളൊക്കെ കണ്ടപ്പോൾ ഗാന്ധി പ്രതിമ പഴയതിനേക്കാൾ കുറച്ചധികം കൂടി പുഞ്ചിരിച്ചാണ് നിൽക്കുന്നത് എന്ന്. സബ് പരേശാനിയാം ദൂർഗയി. എല്ലാ വിഷമതകളും അകന്നുപോയി. ഏക് അവിസ്മരണീയ ദിൻ ഥ. ഒരു അവിസ്മരണീയമായ ദിവസം ആയിരുന്നു. 7ാമത്തെ ഡയറി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. साहिल की पिंडली की छोड़ देखकर बेला को बड़े दुख हुआ. उस दिन बेला ने डायरी लिखी. बेला की डायरी तैयार करे. സാഹിലിൻ്റെ കണങ്കാലിലുണ്ടായ മുറിവ് കണ്ട് ബേലയ്ക്ക് വലിയ ദുഃഖമുണ്ടായി. ആ ദിവസത്തെ ബേല എഴുതിയ ഡയറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. താരീഖ് എഴുതുക. പ്രധാന ഭാഗത്തേക്കും കിടക്കുന്നു. മേ ബഹുത് ഉദാസ് ഹൂം. ഞാൻ വളരെ നിരാശയാണ്, വിഷമത്തിലാണ്. 2 दिन के बाद फिर स्कूल आती थी. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലെത്തിയിരുന്നു. രാസ്തേ മേ സാഹിൽ കോ ദേഖ. വഴിയിൽ വെച്ച് സാഹിലിനെ കണ്ടു. ഉസേ ദേഖ്കർ മേ ഹൈറാൻ ഹുയി. അവനെ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ഉസ്കി പിണ്ടലി മേ ചോട്ട് ലഗി ഹേ. അവൻ്റെ കണങ്കാലിൽ ഒരു മുറിവുണ്ടായിരിക്കുന്നു. रविवार को अपना घर के सामने स्टूल पर चटकर नीम की पेड़ की डाली पकड़कर झूमता था. ഞായറാഴ്ച അവൻ്റെ വീട്ടിനു മുമ്പിലുള്ള ഞായറാഴ്ച അവൻ്റെ വീടിന് മുൻപിൽ സ്റ്റൂളിൽ കയറി വേപ്പ് മരത്തിൻ്റെ ഡാലിയിൽ, ഡാലി ശിഖരം, ശിഖരത്തിൽ പിടിച്ച് ഊഞ്ഞാലാടുകയായിരുന്നു. തബ് സ്റ്റൂൾ ടൂട്ട് ഗയി. അപ്പോൾ സ്റ്റൂള് തകർന്നുപോയി. സ്റ്റൂൾ കി ഏക്ക് കീൽ ഉസ്കി പിണ്ടലിമേ ലഗ് ഗയി. സ്റ്റൂളിൻ്റെ ഒരു ആണി അവൻ്റെ കണങ്കാലിൽ തറഞ്ഞു കയറി. 1 इंच ഗഹര ഗഡ്ഢ ഹോ ഗയ. 1 ഇഞ്ച് ആഴമുള്ള മുറിവുണ്ടായി. ഉസ്കോ കിസി
കിത്തനി ദർദ് ആയേഗ, അവന് എത്രമാത്രം വേദന ഉണ്ടായിരിക്കാം. യഹ് ദേഖകർ മുझे ബഡാ ദുഃഖ് ഹുവ, ഇത് കണ്ടിട്ട് എനിക്ക് വലിയ ദുഃഖമുണ്ടായി. ലേക്കിൻ സാഹിൽ കോ കോയി പരേശാനി നഹി ഥ, പക്ഷെ സാഹിലിന് യാതൊരു വിഷമവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. യഹ് ഏക്ക് അവിസ്മരണീയ ദിൻ ഹെ, ഇതൊരു അവിസ്മരണീയമായ ദിവസമാണ്. 8ാമത്തെയും അവസാനത്തെയുമായ ഡയറിയാണ്. അതിൻ്റെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ബീർ ബഹൂട്ടി കഹാനി പഠ്നെ കെ ബാദ് തും ഡയറി ലിഖനെ കെ ലിയെ ബൈഠെ, ഡയറി തയ്യാർ കരെ. ബീർ ബഹൂട്ടി കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഡയറി എഴുതുവാനായിട്ട് ഇരിക്കുകയാണ്. ഡയറി തയ്യാർ കരെ, ഡയറി തയ്യാറാക്കാം. താരിഖ്, തീയതി എഴുതുന്നു. मेरी कक्षा में पिछले 3 दिनों में हिंदी अध्यापक जी ने ബീർ ബഹൂട്ടി നാമക കഹാനി പഠായി. എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഹിന്ദി അധ്യാപകൻ ബീർ ബഹൂട്ടി എന്ന കഥയാണ് പഠിപ്പിച്ചത്. ബഹുത് അച്ചി കഹാനി ഥി, വളരെ നല്ല കഥയായിരുന്നു. 5वीं कक्षा के 2 छात्रों की सच्ची मित्रता की कहानी, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ യഥാർത്ഥ സൗഹൃദത്തിൻ്റെ കഥ. സാഹിൽ ഓർ ബേല, സാഹിലും ബേലയും. ഏക് സാത്ത് ചൽത്തേ ഹേ, ഒരുമിച്ച് നടക്കുന്നു. ഏക് സാത്ത് പഠ്തേ ഹേ, ഒരുമിച്ച് പഠിക്കുന്നു. ഓർ ഏക് സാത്ത് ബീർ ബഹൂട്ടിയോं को ढूंढते हैं, ഒരുമിച്ച് ബീർ ബഹൂട്ടികളെ തിരയുകയും ചെയ്യുന്നു. കഹാനി കെ अंत इस प्रकार है कि 5वीं कक्षा का रिजल्ट आया, दोनों 6ठी कक्षा में आए. കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ലേക്കിൻ ഉൻകെ സ്കൂൾ 5वीं തക് ഹി ഹെ, എന്നാൽ അവരുടെ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. വേ അലഗ് അലഗ് സ്കൂൾ മേ പഠ്നെ കെ ലിയെ ജാനെ കി തയ്യാരി മേ ഹെ, അവർ വേറെ വേറെ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ് കാരണം ദോനോ ബഹുത്ത് ദുഃഖി ഹോത്തെ ഹെ, ഈ കാരണം കൊണ്ട് 2 പേരും വളരെ ദുഃഖിതരുമാണ്. ബിഛുടൻ കി ദർദ്, വേർപാടിൻ്റെ വേദന. യക് മർമ്മസ്പർശി കഹാനി, ഒരു ഹൃദയസ്പർശിയായ കഥ. ബേല ഓർ സാഹിൽ കോ കൈസെ ഭൂലും, ബേലയെയും സാഹിലിനെയും എങ്ങനെ മറക്കും. നമ്മുടെ ഡയറികൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കുട്ടികളും നോട്ട്ബുക്കിലേക്ക് ഇവ എഴുതിയെടുക്കണം, പഠിക്കണം. നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഡയറി എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല പഠന ദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ രാജേഷ് സാർ.